back from the dead. Hello friends, welcome back. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചേട്ടാ ഫിറ്റ്നസ് ഫീൽഡിൽ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. സോ അതിനെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോകാൻ സാധ്യതയുണ്ട്. എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങൾ ഞാൻ അതുപോലെ തന്നെ വളരെ ജെന്യൂൻ ആയിട്ട് ഷെയർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സോ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങൾ പറയുമ്പം കുറച്ച് വീഡിയോ ലെങ്തി ആയി പോകും. അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടണം എന്നുള്ള ആ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. സോ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ലാഗ് അടിപ്പിക്കാതെ നമുക്ക് ആദ്യം അടുത്ത കാര്യത്തിലേക്ക് നോക്കാം. അതായത് കരിയർ ഓപ്ഷൻസ്. ഫിറ്റ്നസ് ഫീൽഡിൽ നിങ്ങൾക്ക് ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ അടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ്, ചേട്ടാ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ഏത് സർട്ടിഫിക്കേഷൻ ആണ് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഗ്രി പ്രയറായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള സംഭവം. ഇത് പറയുന്നതിന് മുമ്പായിട്ട് തന്നെ എന്തൊക്കെ കരിയർ ഓപ്ഷനാണ് ഫിറ്റ്നസ് ഫീൽഡിൽ നിങ്ങൾക്ക് ഉള്ളത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഫിറ്റ്നസ് ഫീൽഡിൽ കരിയർ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു പേഴ്സണൽ ട്രെയിനർ അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് ഇൻസ്ട്രക്ടർ ആയിരിക്കും അല്ലേ. എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമാണ്. ബേസിക് ആയിട്ടുള്ള കാര്യമല്ല, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം മാത്രമാണ്. ഫിറ്റ്നസ് ഫീൽഡിൽ കരിയറുകൾ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ഫിറ്റ്നസ് ഇൻസ്ട്രക്ടർ ആകാം, ഒരു പേഴ്സണൽ ട്രെയിനർ ആകാം, അത്ലീറ്റ്സിനെ ഇല്ലെങ്കിൽ വലിയ വലിയ അത്ലീറ്റ്സിന്, വിരാട് കോഹ്ലി പോലുള്ള അത്ലീറ്റ്സിനെ ട്രെയിൻ ചെയ്യുന്ന അവരുടെ കോച്ചാകാം. അതുപോലെ തന്നെ വലിയ വലിയ IPL ക്ലബ്ബുകൾ, പല പല ക്ലബ്ബുകളുണ്ടായിരിക്കും, സ്പോർട്സ് ക്ലബ്ബുകൾ, അതിൻ്റെയൊക്കെ ഒരു പേഴ്സണൽ കോച്ചായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സ്പോർട്സ് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് ആയി മാറാം. അതായത് സ്പോർട്സ് ന്യൂട്രീഷൻ ഫീൽഡിൽ നിങ്ങൾ റിസർച്ച് നടത്തി അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് ഒരു സ്പോർട്സ് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് ആകാം, അല്ലെങ്കിൽ ഒരു സപ്ലിമെൻറ്റ് ആൻഡ് സ്പോർട്സ് ന്യൂട്രീഷൻ കൺസൾട്ടൻ്റ് ആകാം നിങ്ങൾക്ക്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജിം സ്റ്റാർട്ട് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ജിം ഓണർ ആകാം, നിങ്ങൾക്ക് ഒരു ജിം റൺ ചെയ്തുകൊണ്ട് പോകാം, ഫിറ്റ്നസ് എൻ്റർപ്രണർ ആവാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജിം വെയർ സ്റ്റോർ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജിം വെയർ ആക്സസറീസ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ എസ്തെറ്റിക് നേഷൻ, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഒരുപാട് ബ്രാൻഡുകളുണ്ട്, സ്പോർട്സ് വെയർസ് മാനുഫാക്ചർ ചെയ്യുന്ന ബ്രാൻഡുകൾ. സോ ആ ഫീൽഡിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫിറ്റ്നസ് എക്യുപ്മെൻറ്റ് റീസെയിൽ, അതായത് ജിമ്മുകളിലേക്കുള്ള ഫിറ്റ്നസ് എക്യുപ്മെൻറ്റ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു മാനുഫാക്ചർ ആകാം, ഇല്ലെങ്കിൽ അതിൻ്റെ ഡിസൈനിങ്ങിന് ഭാഗമായിട്ടുള്ള ഒരു ഫിറ്റ്നസ് എക്യുപ്മെൻറ്റ്സ് ഡിസൈൻ ചെയ്യുന്ന ഒരു എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾക്ക് മാറാം. അതുപോലെ ഫിറ്റ്നസ് ഫീൽഡിലെ കരിയർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളമായിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പോയിന്റ്സ് ഇവിടെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കരിയർ ഓപ്ഷൻസുകളൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ ഞാനിന്ന് ബേസിക്കായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് 1 by 1 ആയിട്ട് നമ്മൾ ഓരോ വീഡിയോയിലും ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പേഴ്സണൽ ട്രെയിനർ, നിങ്ങൾക്കൊരു സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ എങ്ങനെയാകാം, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. സോ ആദ്യം തന്നെ ഞാൻ പറയാം, ഒരു പേഴ്സണൽ ട്രെയിനർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലയൻറ്റിൻ്റെ ഫിറ്റ്നസ് ഗോൾസ് അനുസരിച്ച് അയാൾക്ക് വേണ്ട രീതിയിലുള്ള വർക്കൗട്ട് പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുക. അയാൾ ചിലപ്പോൾ ഒരു ക്ലയൻറ്റ് വരുന്ന ആൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല പല അസുഖങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, അയാളുടെ ഹെൽത്ത് കണ്ടീഷൻസ് പലതായിരിക്കാം. ചിലപ്പോൾ അയാൾക്ക് സെർവൈക്കൽ സ്പോണ്ടലൈറ്റിസ്, ലോവർ ബാക്ക് പെയിന്, നീ പെയിന്, ഇതുപോലുള്ള പല പല കണ്ടീഷൻ, അല്ലെങ്കിൽ ടെന്നീസ് എൽബോ, ഗോൾഫേഴ്സ് എൽബോ, ഇങ്ങനെ പല പല കണ്ടീഷൻസ് ഉണ്ടാവും. സോ ഈ കണ്ടീഷൻസ് ഒക്കെ അറിഞ്ഞ് അയാളുടെ ഗോൾസ്, ചിലപ്പോൾ അയാൾ 80 കിലോ ഉള്ള ഒരാളായിരിക്കാം, അയാൾക്ക് 60 കിലോ ആക്കണം എന്നായിരിക്കണം, ഫാറ്റ് ലോസ് ആയിരിക്കണം അയാളുടെ ഗോളിൽ, അല്ലെങ്കിൽ മസിൽ ബിൽഡിംഗ് ആയിരിക്കും. ഇതൊക്കെ അനുസരിച്ച് അയാളുടെ ബോഡി ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് അയാൾക്ക് പേഴ്സണൽ ട്രെയിനിങ് പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു പേഴ്സണൽ ട്രെയിനറുടെ അൾട്ടിമേറ്റ് ആയിട്ട് പറയുന്ന ഗോൾ എന്ന് പറയുന്നത്. ഇത് ഓരോ ആൾക്കാരും വേരിയേഷൻസ് അനുസരിച്ച്, ഓരോ ആൾക്കാരുടെയും കാര്യങ്ങളനുസരിച്ച് അത് മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഓരോ ആളുകളുടെ ജനറ്റിക്സ് വേരി ചെയ്യുന്നതനുസരിച്ചും ചിലപ്പോൾ ഒരു ക്ലയൻറ്റിന് നിങ്ങൾ കൊടുക്കുന്ന ഒരു വർക്കൗട്ട് പ്രോഗ്രാം അയാൾ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് സെയിം ട്രാൻസ്ഫോർമേഷൻ തന്നെ വേറൊരു ക്ലയൻറ്റിനെ ഉണ്ടാക്കാനായിട്ട് ചിലപ്പോൾ അതിൻ്റെ ഇരട്ടി സമയം എടുത്തേക്കാം, ഇല്ലെങ്കിൽ അതിൻ്റെ പകുതി സമയം കൊണ്ട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായേക്കാം. സോ ആൾക്കാരെല്ലാം ബൈ പേഴ്സൺ ഡിഫർ ആയിരിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഇപ്പോൾ പേഴ്സണൽ ട്രെയിനിങ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്ട്രഗിൾ ഉള്ള, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോത്ത് നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരു ജോബാണ്. നമ്മൾ എക്സ്പീരിയൻസ് വഴി നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും, നമ്മൾ നല്ല നല്ല കോഴ്സുകൾ ചെയ്യുന്ന വഴി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കും. സോ ഒരു പേഴ്സണൽ ട്രെയിനറുടെ സാലറി എന്ന് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും നമ്മുടെ ഏരിയയിൽ നിന്നൊക്കെ, കേരളത്തിൽ നിന്നൊക്കെ തന്നെ ആയിക്കോട്ടെ, കൂടുതൽ ആൾക്കാർക്കും എപ്പോഴും പെട്ടെന്ന് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ സെക്ടറിലേക്ക് കടക്കുമ്പോൾ പെട്ടെന്നായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് ദുബായ് എന്ന് പറയുന്നത്. ദുബായ് പോലുള്ള ടൗണുകളിൽ, ഞാൻ ദുബായിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, ഏകദേശം ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് ഒരു സെഷന് 150 മുതൽ 250 ദിർഹം വരെ, അതായത് ഏകദേശം 3000 മുതൽ 5000 രൂപ വരെയാണ് പേഴ്സണൽ ട്രെയിനേഴ്സ് ചാർജ് ചെയ്യുന്നത്. അതായത് ജിമ്മുകൾ അത്രയായിരിക്കും ചാർജ് ചെയ്യുന്നത്. ഈ ചാർജ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 30 to 40%
നമ്മൾ ട്രെയിനേഴ്സിൻ്റെ കമ്മീഷനായിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അത് നല്ല നല്ല ജിമ്മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറി ഒരു 3000 ദിർഹംസ് അല്ലെങ്കിൽ 2500 ദിർഹംസ് മുതൽ, അതായത് ഏകദേശം 50,000 രൂപ മുതൽ 3500-4000 ദിർഹംസ് വരെ ആയിരിക്കും ആവറേജ് ഒരു ട്രെയിനറുടെ സാലറി ആയിട്ട് ജിമ്മുകൾ ഫിക്സ് ചെയ്യുക. ഈ സാലറി ആയിട്ട് ഫിക്സ് ചെയ്തേക്കുന്ന എമൗണ്ടിൻ്റെ കൂടെ പേഴ്സണൽ ട്രെയിനിങ്ങിൻ്റെ കമ്മീഷനും കൂടെ വരുമ്പോഴാണ് ഒരു ട്രെയിനർ യഥാർത്ഥ സാലറി, അതായത് ഏകദേശം 3500 ദിർഹംസ്, അതായത് നമ്മുടെ നാട്ടിലെ ഒരു 75,000 രൂപ സാലറി ഉള്ള ഒരു ട്രെയിനർ ഏകദേശം 15,000 ദിർഹംസ് ഒക്കെ വരെ 20,000 ദിർഹംസ് വരെ അയാൾക്ക് നല്ല ഒരു 5-6 പേഴ്സണൽ ട്രെയിനിങ് സെഷൻസ്, പേഴ്സണൽ ട്രെയിനിങ് ക്ലയൻസ് ഉണ്ടെങ്കിൽ അയാൾക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് 5-6 സെഷൻസ് ഡെയിലി എടുക്കുകയാണെന്നുണ്ടെങ്കിലും, ഇത്രയും ക്ലയൻസിൻ്റെ കാര്യത്തിൽ 5-6 സെഷൻസ് ഡെയിലി എടുക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു 15,000 ദിർഹംസ് 20,000 ദിർഹംസ് എന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് 15,000 ദിർഹംസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം 3 ലക്ഷം രൂപയോളമൊക്കെ. അതായത് പേഴ്സണൽ ട്രെയിനിങ് എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും ഒരു ലോവർ പെയ്ഡ് ഇല്ലെങ്കിൽ ഒരു ചീപ്പായിട്ടുള്ള അല്ലെങ്കിൽ പേയ്മെൻറ്റ് കുറവ് കിട്ടുന്ന ഒരു പ്രൊഫഷൻ അല്ല. അപ്പം പല ഡോക്ടേഴ്സ് വരെയും നമ്മുടെ ദുബായിലൊക്കെ വെച്ച് നമ്മുടെ ക്ലയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വരെയും പറയായിരുന്നു അവർക്ക് പോലും നമ്മൾ പേഴ്സണൽ ട്രെയിനേഴ്സിൻ്റെ അത്രയും സാലറി കിട്ടുന്നില്ല എന്നുള്ളത്. കാരണം നമ്മൾ ഒരാളുടെ ബോഡി കോമ്പോസിഷനും സ്ട്രക്ചറും അനുസരിച്ച് അവർക്ക് വേണ്ട വർക്കൗട്ട് പ്ലാനും കാര്യങ്ങളും ഒക്കെ ഡിസൈൻ ചെയ്ത് അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഒരാളുടെ ബോഡി നമ്മൾ കംപ്ലീറ്റ് ട്രാൻസ്ഫോം ചെയ്യുകയാണ്, അയാളുടെ ഹെൽത്ത് കണ്ടീഷൻസ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള എക്സ്പീരിയൻസ് ലെവലും നോളജും സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനർക്ക് ദുബായിൽ സിമ്പിളായി 15,000 ദിർഹംസ് സാലറി നമുക്ക് അച്ചീവ് ചെയ്യാവുന്നതാണ്. 15,000-20,000 ദിർഹംസ് ഒക്കെ വരെ. അത് നമ്മുടെ ഓരോരുത്തരുടെയും കഴിവും കാര്യങ്ങളും അതുപോലെ പേഴ്സണൽ ട്രെയിനിങ് ക്ലയൻസിൻ്റെ എണ്ണവും എല്ലാ കാര്യങ്ങളും അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സാലറിനെ കുറിച്ച് ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞു. ഇനി ഇതിനകത്ത് വരാൻ പോകുന്ന ഒരു സ്ട്രഗിൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പേഴ്സണൽ ട്രെയിനർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഫ്രീലാൻസ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനിങ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഒരു ക്ലയൻറ്റ് ബേസ് ആയി. ഇനിയിപ്പോൾ നമുക്ക് തന്നെത്താനെ ജിമ്മിലൊന്നും വർക്ക് ചെയ്യാതെ നമുക്ക് തന്നെത്താൻ നമ്മുടെ സ്വന്തം ക്ലയൻസിനെ വെച്ചിട്ട് പേഴ്സണൽ ട്രെയിനിങ് സെഷൻസ് കാര്യങ്ങളും ചെയ്യാം. അവരുടെ ജിമ്മുകളിൽ പോയി ചെയ്യാം, ഇല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റുകളിൽ പോയി ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ക്ലയൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കമ്മീഷനല്ല, ആ കിട്ടുന്ന എമൗണ്ട് ഫുള്ള് നിങ്ങൾക്ക് തന്നെയായിരിക്കും കിട്ടുന്നത്. അതായത് പേഴ്സണൽ ട്രെയിനിങ് ഓരോ സെഷൻ്റെയും പ്രൈസ് നിങ്ങളുടെ ഒരു പ്രൈസ് എത്രയാണോ അത് നിങ്ങൾ തന്നെ ഫിക്സ് ചെയ്യുന്നു. പക്ഷെ അവിടെ ഉണ്ടാകുന്ന ഒരു സ്ട്രഗിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സെഷൻസ് രാവിലെ 5 മണിക്കാണെങ്കിൽ അടുത്ത സെഷൻ ചിലപ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കാം. ചിലപ്പോൾ വേറെ സെഷൻ വരുന്നത് രാത്രി 11 മണിക്കാകും. അപ്പോൾ സ്ലീപ്പ് കാര്യങ്ങൾക്കകത്തൊക്കെ നമുക്ക് കുറച്ച് കോംപ്രമൈസ് വരും. അത് നിങ്ങൾക്ക് ഏത് സമയത്താണ് സെഷൻസ് ചൂസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് എടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയുണ്ട്. സോ ഇതൊക്കെയാണ് ഒരു പേഴ്സണൽ ട്രെയിനർ എന്നുള്ള പറയുമ്പോൾ സ്ട്രഗിൾ മെയിനായിട്ടും വരുന്ന കാര്യങ്ങൾ. പിന്നെ നമുക്ക് ക്ലയൻസിന് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ നല്ലൊരു ട്രെയിനർ ആണെങ്കിൽ റെഫറൻസ് വഴി നിങ്ങൾക്ക് ക്ലയൻസ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ട് തന്നെ ആയിരിക്കും. സോ അതിനകത്ത് ഒരുപാട് സ്ട്രഗിൾ വരത്തില്ല. നിങ്ങൾ നല്ല ഓരോ ദിവസവും നിങ്ങളുടെ കഴിവ് നിങ്ങൾ എക്സൽ ചെയ്തുകൊണ്ടിരിക്കാൻ നോക്കുക. അതായത് പുതിയ നോളജ് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. ഒരു കോഴ്സ് കഴിഞ്ഞ് അടുത്ത കോഴ്സ് ചെയ്യുക. ദുബായ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കോഴ്സ് റെപ്സിൻ്റെ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യണമെങ്കിൽ തന്നെ ഇത്ര കോഴ്സ് ചെയ്യണം എന്നുണ്ട്. അത് നമ്മുടെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പം എൻ്റെ അടുത്ത് കൂടുതൽ ആൾക്കാരും ചോദിക്കുന്നത് ചേട്ടാ +2 കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? +2 കഴിഞ്ഞ് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, +2 കഴിഞ്ഞ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ പാഷൻ എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ഇതിൻ്റെ ഒരു ഡിഗ്രി കോഴ്സ് ചെയ്യുക. അതായത് BSc ബയോമെക്കാനിക്സും അതുപോലെ തന്നെ കൈനേഷ്യോളജിയും അതുപോലെ തന്നെ സ്പോർട്സ് ആൻഡ് എക്സസൈസ് സയൻസ് ഇതുപോലുള്ള കോഴ്സുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതുപോലെ ഒരു ഡിഗ്രി കോഴ്സ് ചെയ്തിട്ട് അതിൻ്റെ 3ാമത്തെ വർഷമോ 4ാമത്തെ വർഷമോ നിങ്ങൾ ഒരു സർട്ടിഫിക്കേഷൻ ചെയ്യുക. സർട്ടിഫിക്കേഷൻ ആദ്യം തന്നെ ചെയ്യുന്നതിന് പകരം നിങ്ങളിപ്പം യങ്ങാണ്, നിങ്ങൾ +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ സമയത്ത് ആ നോളജ് മാക്സിമം എത്രത്തോളം വലുതാക്കുന്നോ അതനുസരിച്ച് നിങ്ങളുടെ സ്കിൽസ് വലുതാകുകയാണ്, നിങ്ങൾ ആ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ നോളജ് വലുതാകുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സസൈസ് സയൻസിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡോക്ടറേറ്റോ അതുപോലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. സോ പുറം രാജ്യങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ്, ഇല്ലെങ്കിൽ മറ്റ് ട്രെയിനർമാരെക്കാളും ഒരു പടി മുമ്പിൽ നിൽക്കാനായിട്ട് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ +2 കഴിഞ്ഞ് ജസ്റ്റ് ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കുക എന്നുള്ള സംഭവം വിട്ടിട്ട് നിങ്ങൾക്ക് ഇപ്പോഴേ അങ്ങനെ ഒരു പാഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ടുള്ള ആളാണ്, നിങ്ങളിപ്പോൾ B.Tech ആണ്, ഫോർ എക്സാമ്പിൾ ഞാൻ B.Tech ആണ് കംപ്ലീറ്റ് ചെയ്തത്, B.Tech ആണ് കഴിഞ്ഞത്, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കോഴ്സ്, ഒരു ബന്ധമില്ലാത്തൊരു കോഴ്സാണ് ഏതെങ്കിലും, നിങ്ങൾ സർട്ടിഫിക്കേഷൻസ് ചെയ്യുക. സർട്ടിഫിക്കേഷൻസ് ചെയ്ത് നിങ്ങളുടെ നോളജ് മാക്സിമം വലുതാക്കാൻ നോക്കുക. ഇപ്പോൾ ഞാൻ തന്നെ ചെയ്തേക്കുന്ന സർട്ടിഫിക്കേഷൻ ആണെങ്കിൽ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ്, അതിൽ അഡ്വാൻസ്ഡ് ഫിസിക്സ് ട്രാൻസ്ഫോർമേഷൻ സ്പെഷ്യലിസ്റ്റ്, അതുപോലെ തന്നെ ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ്, അതുപോലെ ഡിപ്ലോമ ഇൻ പേഴ്സണൽ ട്രെയിനിങ്, ഇങ്ങനെ പല കോഴ്സുകൾ ചെയ്ത് നിങ്ങളുടെ, അതുപോലെ ഇഞ്ചുറി മാനേജ്മെൻറ്റ്, പല കോഴ്സുകൾ ചെയ്ത് നിങ്ങളുടെ ആ നോളജ് നിങ്ങൾ വലുതാക്കാൻ നോക്കുക. അത് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ. അതിനുശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആസ് എ പേഴ്സണൽ ട്രെയിനർ നിങ്ങളുടെ സ്വന്തം ബോഡിയിൽ ചില ട്രാൻസ്ഫോർമേഷനുകൾ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ സ്വന്തം ബോഡിയിൽ ചില ട്രാൻസ്ഫോർമേഷനുകൾ വരുത്താനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ട്രാൻസ്ഫോർമേഷൻസ് വരുത്തിയതിന് ശേഷം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ ട്രെയിൻ ചെയ്യുക, അവരിൽ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാക്കുക. അത് നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സിനെ ട്രെയിൻ ചെയ്യുക, അവരിൽ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാക്കുക. നിങ്ങളുടെ ഏതെങ്കിലും റീജിയണൽ ആയിട്ടുള്ള ജിമ്മുകളിൽ നിങ്ങളൊന്ന് ജോയിൻ ചെയ്ത് അതൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ അവിടെ സാലറി നിങ്ങൾ നോക്കരുത്, അവിടെ എക്സ്പീരിയൻസ് നിങ്ങൾ അക്യൂർ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ക്ലയൻസിന് ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാക്കി കൊടുക്കുക. അതിനുശേഷം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എത്തിയതിന് ശേഷം നിങ്ങൾ പുറത്തേക്ക് ട്രൈ ചെയ്യുക.
പുറത്തേക്കുള്ള ജിമ്മുകളിലേക്ക് നിങ്ങൾ ട്രൈ ചെയ്യാവുന്നതാണ്. സോ ഡെഫിനറ്റ് ആയിട്ടും ഇതിനകത്തൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളും എന്ന് പറയുന്നത്. സോ ഞാൻ നമ്മുടെ ഒരു ജിം സ്റ്റാർട്ട് ചെയ്ത കാര്യം, അതുപോലെ കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് കോംപ്ലക്സ് സ്റ്റാർട്ട് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ അക്കാഡമി, നമ്മളൊരു ഫിറ്റ്നസ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫിറ്റ്നസ് അക്കാഡമിയിൽ നമ്മൾ സർട്ടിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ, അതായത് ഒരു ഇന്റർനാഷണലി ക്വാളിഫൈഡ് ട്രെയിനർ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് ഒരു ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് പേഴ്സണൽ ട്രെയിനിങ് സെഷൻസ് ഡെലിവറി ചെയ്യേണ്ടത്, പല ആൾക്കാരുടെ ഹെൽത്ത് കണ്ടീഷൻസും അതുപോലെ അവരുടെ ഗോൾസും അനുസരിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് പ്രോഗ്രാം എങ്ങനെ സെറ്റ് ചെയ്യാം, മസിൽസ്, ജോയിൻറ്റ്സ്, മൂവ്മെന്റ്സ്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കവർ ചെയ്യുന്ന നമ്മുടെ ഏലിയൻ ഹങ്കിന്റെ സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഞാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറും അതുപോലെ കോൺടാക്ട് നമ്പറും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡയറക്റ്റ് വിളിച്ച് എൻക്വയറി ചെയ്യുന്നതാണ്. സോ ഈ കോഴ്സൊക്കെ നിങ്ങൾ ചെയ്യുക, നല്ല നല്ല സർട്ടിഫിക്കേഷൻ ചെയ്യുക. ഒരിക്കലും പഠനം എന്ന് പറയുന്നത് അവസാനിപ്പിക്കാതിരിക്കുക. ഇനി നിങ്ങൾക്ക് എങ്ങനെ പുറത്തേക്ക് പോകാം, പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് പറഞ്ഞാലും വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ വീഡിയോ കുറച്ച് ഓവറായി ലെങ്ത് ആയി പോയി എന്ന് എനിക്കറിയാം. സോ എന്തായാലും ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ സർട്ടിഫിക്കേഷനെ കുറിച്ചോ കാര്യങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും ആവശ്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ എല്ലാ ആൾക്കാരും, നമ്മുടെ എല്ലാ സ്റ്റാഫും കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് എന്ത് പറഞ്ഞാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ യു ഗൈസ് ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹൈഡ്രേറ്റഡ്.